പ്രകാരം കർത്താവ് ഒരുക്കിയ ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. And the word pleased all the multitude, and they chose Stephen, a man full of faith and of the Holy Spirit. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. ഒരു വ്യക്തിയുടെ പേര് പരിശുദ്ധാത്മാവിടെ എടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനോ മറ്റു പരിചയപ്പെടുത്തലോ ഒന്നും കൂടാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പരിചയപ്പെടുത്തുന്നു. ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫെയ്ത്ത്. ആത്മാവ് നിറഞ്ഞ സ്റ്റീഫൻ ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന പ്രത്യേക പദം ഉപയോഗിച്ചാണ് വിശുദ്ധനായ സ്തെഫാനോസിനെ പരിചയപ്പെടുത്തുന്നത്. ആത്മപൂർണനായ ഒരു മനുഷ്യൻ. ഈ ആത്മപൂർണനായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തെഫാനോസ് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട പരമപ്രധാനമായ വിഷയം, വാട്ട് യു മീൻ ദി വേർഡ് പരിശുദ്ധാത്മപൂർണൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പല ചിന്തകൾ, പല ആശയങ്ങൾ എസ്പെഷ്യലി പെന്തിക്കോസ്തുകാരായ നമുക്കുണ്ട്. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വികലമായ പഠിപ്പിക്കലുകളും ചിന്താഗതികളും ഉണ്ട്. ഒരുപാട് ഉപദേഷ്ടാക്കന്മാർ വിവിധ നിലകളിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ പലപ്പോഴും. ഞാൻ ഈ ഭാഗത്ത് ഈ ആത്മാവിന്റെ നിറവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ എനിക്ക് സമയമില്ല, അതുമല്ല ഞാൻ താല്പര്യപ്പെടുന്നില്ല. ബഹുമാന്യനായ പാസ്റ്റർ സാം തോമസിന്റെ ഫില്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന മെസ്സേജ് വളരെ വ്യക്തവും വളരെ ശക്തവുമായി എന്താണ് എന്തല്ല, എന്താണ് ആത്മപൂർണത അല്ലെ ഇൻഫില്ലിംഗ്, പരിശുദ്ധാത്മാവ് നിറവ് എന്താണ്, ആത്മസ്നാനം എന്താണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താണ്, എന്തല്ല എന്നീ വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും പരിശുദ്ധാത്മാവ് നിറവെന്ന് പറയുമ്പോൾ ഈ പ്രത്യേക ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും പറയും, കഴിഞ്ഞ നാളുകളിലുള്ള ആ കൂട്ടായ്മ, കഴിഞ്ഞ നാളുകളിലുള്ള ആത്മസന്തോഷം, ഇതൊന്നും ഇപ്പൊ ലഭിക്കുന്നില്ലല്ലോ, ഇതൊന്നും ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ഒരു കണക്കിന് ആത്മസന്തോഷവും ആ ആത്മാവിന്റെ ആ ഒന്നിച്ചുള്ള ഫെലോഷിപ്പും ഒക്കെ ഒരു ആത്മാവിന്റെ നടത്തിപ്പും ഒക്കെയാ ശരി തന്നെ. നാം ഒക്കെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. അതിന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആയ ആത്മാഭിഷേകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. ഭാഷണത്തോടു കൂടി നാം അത് നമ്മുടെ ജീവിതത്തിൽ തെളിവായി വെളിപ്പെട്ടതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അതെന്താണ്? അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണോ? ഒരു ഓവർഫ്ലോയിങ് ആണോ? അങ്ങനൊക്കെ വേണേ പറയാതിരിക്കും. പക്ഷെങ്കിൽ അത് ഒരു അനുഭവമാണ്, അതൊരു ശൈലിയാണ്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ തന്നെ ഈൽഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. What does the Bible mean, the term full of Holy Spirit? എന്താണ് ബൈബിൾ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുമ്പോൾ 2-ാം അധ്യായത്തിലുണ്ട്, അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷ അടയാളത്തോടുകൂടി നാം ആ ആത്മസ്നാനം ഏറ്റെടുത്തവരാണ്. എന്നാൽ
ഈ വാക്യത്തിൽ അതിന്റെ പ്രവർത്തനവും ഉദ്ദേശവും നിവൃത്തി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല, പിന്നെ അതിന്റെ തുടക്കം മാത്രമാണ്. സജീവമായി നമ്മളിൽ വസിച്ചുകൊണ്ട് ചിലത് ചെയ്തെടുക്കാനുണ്ട്, അല്ലെങ്കിൽ സജീവമായി നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കൂടെ ചെയ്തെടുക്കേണ്ട കാര്യത്തിനായി നമ്മെ ഈൽഡ് ചെയ്ത് നമ്മെ ആത്മാവിന്റെ ആ നടത്തിപ്പിൻ കീഴിൽ നമ്മെ ആക്കി തീർത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നിയോഗവും നമ്മുടെ മേൽ ഏറ്റെടുത്ത് നമ്മിൽ വസിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മനിറവിൽ നമ്മളെ ദൈവിക ഉദ്ദേശത്തിലേക്ക് നയിക്കുവാനാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഇൻഫില്ലിംഗ്. ലൂക്കോസ് എന്ന സുവിശേഷകൻ ഈ കാര്യം എഴുതുമ്പോൾ, ആദ്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി മുൻപോട്ട് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മിറാക്കുലസ് വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും സൂപ്പർ നാച്ചുറൽ വർക്കാണ്. പരിശുദ്ധാത്മാവ് നിഴലിട്ട് യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ ആത്മാവിനാലാണ്. ലൂക്കോസ് എഴുതുമ്പോൾ ആ സ്നാനക്കടവിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ വേറെ ആരും എഴുതിയിട്ടില്ലത്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിലേക്ക് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ആ യേശു ആത്മപൂർണനായി അല്ലെങ്കിൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. അത് കഴിഞ്ഞ് 14-ാം വാക്യത്തിലുണ്ട്, യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാവ് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഗലീലയിലേക്ക് ആത്മശക്തിയോടെ മടങ്ങിച്ചെല്ലും. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം ദൗത്യ നിർവഹണത്തിനായി പരിശുദ്ധാത്മാവ് ഒരുവനെ ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ എന്തിനു വേണ്ടി അവനെ ഉപയോഗിക്കുന്നു, അത് ആത്മാവിന്റെ നിറവിലാണ് നാം അനുഭവിച്ചറിയുന്നത്. യേശുവിനെ ശക്തീകരിച്ച ആ ആളത്വമാണ് ഹോളി സ്പിരിറ്റ്. ഒരു കപ്പ് നിറഞ്ഞു തുളുമ്പുന്ന ആ ഓവർഫ്ലോയിങ് ആണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ചിന്തിക്കുന്നതും തെറ്റല്ല. പക്ഷേ വേദപുസ്തകം പറയുന്നു, നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്പിരിറ്റ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ അനുഭവം നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് ആ അനുഭവത്തിൽ നമ്മെ നിറച്ചെടുക്കുകയാണ്. അതാ 7:55 7-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. But being full of the Holy Spirit, he looked intently into heaven and saw the glory. കോപപരവശരായി, ഫുള്ളി റിവഞ്ചായി അവനെതിരെ ഒരു കൂട്ടം വരുമ്പോൾ അവരെ പൊസസ് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ ആ കോപം അവരെ പൊസസ് ചെയ്യുമ്പോൾ തന്നെത്താൻ ഈൽഡ് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത സ്റ്റീഫനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊസസ് ചെയ്യും. പൊസസ് മീൻസ് ഈൽഡ് ചെയ്യുക. അപ്പോൾ കല്ലെറിയാൻ വന്ന കോപപരവശരായി അവരെ ഡോമിനേറ്റ് ചെയ്ത ആ ആങ്കറും ആ റിവെഞ്ചും, പക്ഷേ സ്റ്റീഫനെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധ വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികളെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്യപ്പെടുന്ന ആ ഇൻഫില്ലിംഗ്, അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി. ഇറ്റ് ഈസ് എ കമാൻഡ്. ആത്മാവിന്റെ നിറവ്. ഒരിക്കലായി നാം ആത്മാഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു.
അതിലാണ് നമ്മൾ സെക്കൻഡ് എക്സ്പീരിയൻസിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ സ്നാനത്തിൽ അത് ഒരിക്കലായി നടന്നാണ്. എന്നാൽ ദിനംതോറും നിമിഷം തോറും നമ്മെ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ അത്രയും പറഞ്ഞിട്ട് എന്താണ് ഒരു സ്പിരിറ്റ്, അതിനുവേണ്ടി ഞാൻ അത്രയും പറഞ്ഞു. ഒരു സ്പിരിറ്റ് ഫിൽഡ് പേഴ്സന്റെ ക്വാളിറ്റി, ഇവിടെ ആത്മാവ് നിറഞ്ഞ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളിന്റെ ക്വാളിറ്റി. ഇന്ന് ഇത് തീരുന്നില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈമിൽ എപ്പോഴേലും കർത്താവ് വരാൻ താമസിച്ചാൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്നാലേ ഇത് തീരത്തും. ചുരുക്കി പറഞ്ഞാലും ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഇത് തീരത്തില്ല. അത് ഞാൻ പിന്നെ എപ്പോഴേലും പറഞ്ഞു, അതിന്റെ കണ്ടിന്യൂഷൻ. എന്താണ് ഒരു സ്പിരിറ്റ് ഫിൽഡ് പേഴ്സന്റെ ക്വാളിറ്റി? ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മുൻ പരിചയപ്പെടുത്തലുകൾ ഒന്നും കൂടാതെ തന്നെ വിശ്വാസവും അല്ലെങ്കിൽ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് നിറഞ്ഞു നിൽക്കുന്ന സ്റ്റീഫന്റെ എന്താണ് ക്വാളിറ്റി? ഒന്ന്, ആത്മപൂർണനായ വ്യക്തിയുടെ ക്വാളിറ്റി. ഒന്ന്, ദി അപ്പോയിന്റ്മെന്റ് ഓഫ് എ സ്പിരിറ്റ് ഫിൽഡ് പേഴ്സൺ. Second one, the apologetic of the spirit-filled person. The third one, the approval of the spirit-filled person. ഒന്ന്, ദൗത്യം, ആത്മനിറവ് ലഭിച്ച അല്ലെ ആത്മാവ് നിറഞ്ഞ സ്റ്റീഫന്റെ ക്വാളിറ്റിയിൽ ആദ്യത്തേത് ആത്മനിറവിൽ എന്താണ് അവന്റെ മേൽ പകർന്ന അപ്പോയിന്റ്മെന്റ്. സെക്കൻഡ് വൺ, താൻ പ്രാപിച്ച വിശ്വാസത്തെ, താൻ എന്ത് പ്രാപിച്ചു, താൻ എന്താണ് ഉപദേശരൂപമായി തന്നിൽ ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടെ ഒരുക്കിയ രക്ഷയെ കുറിച്ചുള്ളതിന്റെ ആ മാനിഫെസ്റ്റേഷൻ, അത് വിശ്വസിക്കുക മാത്രമല്ല, ഷുഡ് പ്രൊക്ലെയിം വാട്ട് യു ഷുഡ് ബിലീവ്, ഷുഡ് പ്രൊക്ലെയിം. എന്തു വിശ്വസിച്ചു അതിനെതിരെ പ്രതിവാദം വന്നപ്പോൾ, അതിനെതിരെ ഒരു ജനസമൂഹം മുഴുവൻ എതിർത്തു നിന്നപ്പോൾ താൻ പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ദി അപ്പോളജസ്റ്റിക് കൺസേൺ ഓഫ് ദി സ്പിരിറ്റ് ഫിൽഡ് പേഴ്സൺ. The third one, the approval of the spirit-filled person. അംഗീകരണവും സ്വർഗത്തിന്റെ സ്വീകരണവും എന്ന് വേണേ പറയാം. സ്വർഗം ആ സ്പിരിറ്റ് ഫിൽഡ് പേഴ്സണെ, നിയോഗിതനായ ആത്മപൂർണനായ ആ വ്യക്തിയെ സ്വീകരിക്കുന്നതും സ്വർഗം അപ്രൂവ് ചെയ്യുന്നതും, ദി അക്ലമേഷൻ. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു ക്രിറ്റിക്കൽ ടൈമിലേക്ക് സഭ വരികയാണ്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാര് ദിനംപ്രതിയുള്ള അല്ലെങ്കിൽ and in these days as the disciples were multiplying in number, a murmuring of the Hellenists against the Hebrews occurred because their widows were being overlooked in the daily dispensing. ഹെലനിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എബ്രായ ഭാഷ സംസാരിക്കാത്ത പലയിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന അന്നത്തെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പല രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന അവരെല്ലാം കൂടെ യെരുശലേമിൽ വന്ന ടൈമിന് അവരുടെ ഇടയിൽ ഉണ്ടായ ഒരു ക്രൈസിസ്. ആ ക്രൈസിസ് പറയുന്നതിന് മുമ്പേ what is the quality of the church? യെരുശലേം ചർച്ചിന്റെ ക്വാളിറ്റി. ഒന്ന്,
It's a multiplying. And these days, as the disciples were multiplying in number, ഒരു അഡീഷൻ നമ്മൾ ആദ്യം തുടങ്ങി കാണുന്നു. 3000, 5000 സഭ ഇങ്ങനെ വർദ്ധിച്ചു. ഇവിടെ മൾട്ടിപ്ലൈ, ഒരു മൾട്ടിപ്ലിക്കേഷനിലേക്ക് സഭ വരിക. അപ്പോൾ എണ്ണം പെരുകി. അതാണ് what was the special quality of the church. പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ബട്ട് ചർച്ചിനെ കുറിച്ച് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെരുകി വരുന്ന ഒരു ചർച്ച്. നല്ല ഹാൾ ഉണ്ടായിരിക്കാം, AC ഉണ്ടായിരിക്കാം, വിവിധ നിലകളിലുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കാം, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ഒരു ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി മൾട്ടിപ്ലിക്കേഷൻ. If there is lack of multiplication or addition, ഇങ്ങനെ നാട്ടിൽ പറയും സ്നാനക്കുളമുണ്ട്, വർഷങ്ങളായിട്ടത് തുറക്കുന്ന പോലും ഇല്ല, വെള്ളം നിറച്ചിട്ട് ഒരുപാട് കാലമായി. അതൊരിക്കലും ഒരു സഭയുടെ ക്വാളിറ്റിയെ അല്ല. ഒരു ബിഗ് സൈസായിട്ടുള്ള വലിയ കെട്ടിടമോ വലിയ പ്രൗഢഗംഭീരമായ വലിയ അലങ്കാരങ്ങളോ ഒക്കെ ചർച്ചിന് കാണാം. പക്ഷെങ്കിൽ ഒരു ചർച്ചിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് എണ്ണത്തിൽ പെരുകുന്നതാണ്. യെരുശലേം ചർച്ചിന്റെ ആദ്യത്തെ ക്വാളിറ്റി അത് എണ്ണത്തിൽ പെരുകി വരുന്ന സഭയെ. ദി സെക്കൻഡ് വൺ, ശിഷ്യന്മാരുടെ, the disciples were multiplying in number. ശിഷ്യന്മാരുടെ ഒരു കൂട്ടമായിരുന്നു. വെറും സാധാരണക്കാരായ വിശ്വാസികളാ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാര് വളരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കും ശിഷ്യന്മാരെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സർവസംഘ പരിത്യാഗികളായി കല്യാണമൊക്കെ കഴിക്കാതെ എപ്പോഴും 1-2 ഉടുപ്പും ഈ ലോകത്തിൽ ഒന്നും ഇല്ലാത്തവരായി നടക്കുന്നവരായിരിക്കും ശിഷ്യന്മാരെന്ന്. പക്ഷെങ്കിൽ വേദോസ്തവം പരിചയപ്പെടുത്തുന്നത് ഒരു സാധാരണ വിശ്വാസികളായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി അല്ല. ഡിസൈപ്പിൾസ്, ഗുരുവിനെ അനുഗമിക്കുന്ന, ഗുരു പറയുന്നത് പോലെ ഗുരുവിന്റെ ആ വാക്കുകളെ ശ്രദ്ധിക്കുന്ന, ആ ജീവിത ശൈലി അനുകരിക്കുന്ന, അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്ന വിശുദ്ധന്മാരെന്നും ശിഷ്യന്മാരെന്നും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണ ശിഷ്യന്മാരെന്ന് ഞാൻ ശിഷ്യനെന്നോ, ഞാൻ ഒരു സാധാരണ വിശ്വാസി, ഞാനിങ്ങനെ എന്തോ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, സഭ അത് ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നില്ല. ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഡിസൈപ്പിൾസ്, എന്തിനും അനുസരിക്കുവാൻ. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് യെരുശലേം സഭയിൽ ഉണ്ടായിരുന്നു. അടുത്ത ബ്ലെസ്സിങ് യെരുശലേം സഭയ്ക്ക് ഉണ്ടായിരുന്നത്, their widows were being overlooked. വിധവമാരെ കൺസേൺ ചെയ്യുന്ന, വെറും ആത്മീയ ആരാധനയും അതുപോലുള്ള മറ്റ് രോഗങ്ങളും കൂട്ടങ്ങളും കാത്തിരിപ്പിയോഗവും പ്രസംഗങ്ങളുമായിട്ട് മാത്രം നിൽക്കുകയല്ല, ആവശ്യങ്ങളെ അറിഞ്ഞ്. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ ഇവിടുത്തെ ഈ സമയത്ത് പല ദേവദാസന്മാരെ വിളിച്ച് പല ദേവദാസന്മാരും എന്തെങ്കിലുമൊക്കെ ക്ഷേമം അറിയാൻ വിളിക്കുന്നു. ഞാൻ അവരോട് ചോദിക്കും, എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ പറയുന്നത് വളരെ കഷ്ടത്തിലാണ്. കാരണം ആരാധന ഉണ്ടേലൊന്നും കൊടുക്കത്തില്ല, പിന്നെ ആരാധന ഇല്ലല്ലോ. നമ്മൾ ഈ നമ്മുടെ പഠിപ്പിക്കലിൽ വന്ന ഒരു കുഴപ്പമാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമ്മള് ഈ ദശാംശവും
വരുമാനവും ഒക്കെ കൊടുക്കുന്നത് പാസ്റ്റർമാർക്കാണ്. എന്നാല് പഴയ കാലത്ത് അങ്ങനല്ലായിരുന്നു പഠിപ്പിച്ചിരുന്നേ. ദൈവത്തിനാ കൊടുക്കുന്നതെന്നാ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെതാണ് 10-1. ദൈവത്തിൻ്റെതാണ്, അതേ തൊടാൻ നമുക്ക് അവകാശമില്ലെന്ന് പഠിപ്പിച്ചിരുന്നു. ഇന്ന് കാലമൊക്കെ മാറി. അതിന് ഉപദേശം എവിടാന്നൊക്കെ ചോദിച്ചത്. അത് പോട്ടെ. പക്ഷെങ്കിൽ വിധവമാരെ ആത്മീയ വളർച്ച മാത്രമല്ല, ജീവിതത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക പരാധീനതകളോ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുന്നതിലും അവരെ കരുതുന്നതിലും യെരുശലേം സഭ മുൻപന്തിയിലായിരുന്നു. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് എഴുതിയത്. പറയുന്നത് നമ്മുടെ സ്വന്തം ഇടത്താണ് ഇത് വെളിപ്പെടേണ്ടത്. നമ്മുടെ സ്വന്തം സഭയിലാണ് ഇത് വെളിപ്പെടേണ്ടത്. നമ്മുടെ സ്വന്തം ഇടത്താണ് ഇത് വെളിപ്പെടേണ്ടത്. അങ്ങനെയുള്ള വിധവമാരെ കൺസേൺ ചെയ്യുന്ന, പകർന്നു കൊടുക്കലിന്റെ സന്തുഷ്ടി അനുഭവിക്കുന്ന, കിട്ടുന്നതിൽ പങ്കിടുന്ന, പങ്കിടൽ എന്ന് പറയുന്ന ഒരു പൊതിയേ ഉള്ളൂ, 3 പേര് ചേർന്ന് കഴിക്കൂ, അതാ പങ്കിടൽ എന്ന് പറയും. അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ചർച്ച്. മൾട്ടിപ്ലിക്കേഷൻ. അടുത്തത് ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾസ് ആയിരുന്നു ചേരുന്നത്. പണ്ട് കാനോച്ചൻ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഈ പെന്തിക്കോസ്തിന് വന്ന ഏറ്റവും വലിയ അപചയം സാധാരണക്കാരെല്ലാം കൂടെ എരച്ചു കയറിയെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് BPL-കാരെന്നല്ല, അനുഭവമില്ലാത്ത, വിശ്വാസത്തിന്റെ കൺസേൺ ഇല്ലാത്ത, രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജന്മം പ്രാപിക്കാത്ത കോൺവേർട്സ്, പാരമ്പര്യത്തിൽ വരുന്ന കുറെ പേര് എരച്ചു കയറിയതാണ് ഈ പ്രസ്ഥാനത്തിന് വന്ന അപചയം. ഒരിക്കൽ പ്രവാചകന്റെ രാജാവിന്റെ അടുത്ത് ഒരുവൻ കത്തുമായി വരുവോ, അവൻ വസ്ത്രം കീറി. ഉടനെ പ്രവാചകൻ കേട്ടിട്ട് പറയാ, അവൻ എന്റെ അടുക്കൽ വരട്ടെ. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി. അവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് വെളിപ്പെടും. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ എണ്ണം പെരുകുവാൻ, വിധവമാരെ കൺസേൺ ചെയ്യുന്ന സഭ, ആലംബഹീനർക്ക് അത്താണിയായിരിക്കുന്ന സഭ, കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല, പ്രാർത്ഥിച്ചോളാം, സഹോദരൻ പൊയ്ക്കാട്ടെ എന്ന് പറയുന്നത് അല്ല. ഇങ്ങനെയുള്ള ഒരു സഭയെ തകർക്കാനാണ് ശത്രു പദ്ധതിയിട്ടത്. ഇങ്ങനെയുള്ള ഒരു സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് മുൻപിലാണ് ഒരു ഡിവിഷൻ അവിടെ വന്നത്. അക്കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുമ്പോൾ ഹെലനിസ്റ്റിക് ആയിട്ടുള്ള യഹൂദന്മാരുടെ ആ യവനായ മാർഗത്തിൽ നിന്ന് വന്നവരും എബ്രായ മാർഗത്തിൽ നിന്ന് വന്നവരും തമ്മിലുള്ള ആ ഡിഫറൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ we see that division, ഒരു ഡൈവേർഷൻ സഭയിൽ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്, ബാക്കി പിന്നെ പറയാം. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഏത് ആത്മീയ അനുഭവങ്ങളും നാം സന്തോഷപൂർണരായിരിക്കുമ്പോൾ തന്നെ അതിനെ തച്ചുടയ്ക്കുവാനുള്ള ഒരു പോരാട്ടം നാം കാണാതെ തന്നെ നമ്മുടെ പിറകിൽ വെളിപ്പെടും. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ സഫലവും വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നമ്മുടെ ദൃശ്യമായ ആ നേത്രങ്ങൾക്ക് ആ വാതിൽ തുറന്നിരിക്കുന്നത് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെങ്കിൽ അദൃശ്യമായി ഒളിഞ്ഞിരിക്കുന്ന എതിരാളികളെ കാണുവാൻ മോശ എന്ന ദൈവപുരുഷൻ 40 ദിവസവും 40 രാവും പകലും ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സാന്നിധ്യവും മേഘത്തിൽ ഇറങ്ങിയ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മോശ എന്ന ദൈവപുരുഷൻ എന്തു പ്രാപിച്ചുവോ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ
അതിനെ തച്ചുടയ്ക്കുന്ന ഒരു പ്രലോഭനം പാളയത്തിൽ വെളിപ്പെടുക. അതറിഞ്ഞു വേണം ഇറങ്ങി വരാൻ. ഏത് ആത്മീയ നെറുകയിൽ നിൽക്കുമ്പോൾ തന്നെ, ഏത് ആത്മീയ അനുഭവത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ ആത്മീയ അനുഭവങ്ങളെ തച്ചുടയ്ക്കാനുള്ള ഒരു പോരാട്ടം കൂടെ വെളിപ്പെടും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മൾട്ടിപ്ലിക്കേഷൻ, ആഡിങ്, അഡീഷൻ, ശിഷ്യന്മാർ കൺസേൺ ഉള്ള സഭ, അങ്ങനെയുള്ള ഒരു സഭയായി തീരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇതിനുള്ള കൃപ നമുക്ക് നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കും.